ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വണക്കമാസമാണ് മാർച്ച് 1 മുതൽ 30 വരെ. ഈ പുണ്യപിതാവിനോട് നമുക്ക് മധ്യസ്ഥ അപേക്ഷിച്ച് 30 ദിവസം പ്രാർത്ഥിക്കാം. നമ്മളുടെ 3 നിയോഗങ്ങൾ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി വിശുദ്ധ ഔസേപ്പിതാവ് മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കും. ഈ പുണ്യപിതാവ് ദൈവപുത്രനായ ഈശോ മിശിഹായോടൊപ്പം ഭൂമിയിൽ ജീവിച്ചത് 30 വർഷമാണ്. അതിൻ്റെ ബഹുമാനാർത്ഥം തുടർച്ചയായി വരുന്ന 30 ദിവസങ്ങളാണ് ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത്. ഏതെങ്കിലും കാരണവശാൽ ഇതിന് മുടക്കം വന്നാൽ 30ാമത്തെ ദിവസം മുടക്കം വരുന്ന അത്രയും തവണ കൂടി ചൊല്ലി ഇത് പൂർത്തിയാക്കേണ്ടതാണ്. ഇവിടെ വേണ്ടത് വിശ്വാസമാണ്. ആ പുണ്യപിതാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം കിട്ടും. ഈശോ തന്നെ ഒരിക്കൽ വിശുദ്ധ മാർഗരറ്റിനോട് പറയുകയുണ്ടായി, എല്ലാ ദിവസവും നിങ്ങൾ എൻ്റെ വത്സല മാതാവിനോടും എൻ്റെ രക്ഷകർത്താവും എനിക്ക് അത്യന്തം പ്രിയങ്കരനുമായ വിശുദ്ധ ഔസേപ്പിതാവിനോടും സവിശേഷമായ രീതിയിൽ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഈ പുണ്യപിതാവിനെ സമർപ്പിച്ച് നമുക്ക് ഈ 30 ദിവസം പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയുടെ പൂർണ്ണമായുള്ള രൂപം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ നിന്നത് പേസ്റ്റ് ചെയ്തെടുത്ത് എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഞാൻ ചൊല്ലാൻ തുടങ്ങുകയാണ്. ഓ ശ്രേഷ്ഠനായ വിശുദ്ധ ഔസേപ്പിതാവേ, ഭൂസ്വർഗങ്ങളിലുള്ള അമൂല്യമായ ദിദിശകളുടെ കാര്യസ്ഥനെ, സൃഷ്ടിപ്രപഞ്ചത്തെ തന്നെ പരിപോഷിക്കുന്നവൻ്റെ വളർത്തുപിതാവേ, അങ്ങേക്ക് സ്തുതി. പരിശുദ്ധ മറിയം കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്നേഹത്തിനും ഭക്തിക്കും ഏറ്റവും യോഗ്യൻ അങ്ങാണല്ലോ. അനേകം രാജാക്കന്മാരും പ്രവാചകന്മാരും കാണാൻ ആഗ്രഹിച്ച മിശിഹായെ പരിപാലിക്കുവാനും വളർത്തുവാനും നയിക്കുവാനും ആലിംഗനം ചെയ്യുവാനും എല്ലാ വിശുദ്ധരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങാണല്ലോ. വിശുദ്ധ ഔസേപ്പിതാവേ, എൻ്റെ ആത്മാവിനെ സംരക്ഷിക്കണമേ. ഞാനിപ്പോൾ ഏറ്റവും താഴ്മയോടെ യാചിക്കുന്ന ഈ ആവശ്യം, നമ്മളുടെ ആവശ്യങ്ങൾ പറയുക. ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിൻ്റെ യോഗ്യതയാൽ എനിക്ക് പ്രാപിച്ചു തരണമേ. ശുദ്ധീകരണ സ്ഥലത്ത് കഷ്ടത അനുഭവിക്കുന്ന വിശുദ്ധാത്മാക്കൾക്ക് വേദനയിൽ നിന്നും വലിയ ആശ്വാസം നൽകണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നവ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവം വിശിഷ്ടമായ ഈ പദവിയിലേക്ക് ഔസേപ്പിതാവിനെ കൈപിടിച്ച് ഉയർത്തിയതിൽ നിന്ന് നന്ദി സൂചകമായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.